ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇനി ഞങ്ങൾക്കൊരു നിശ്ചയമുണ്ട്. അപ്പോൾ മുണ്ടക്കയിലാണ്. ലാൽപ്പാപ്പിൻ്റെ ആണ് നിശ്ചയം. അപ്പോൾ നമുക്ക് നിശ്ചയം കാണാം. സെറ്റല്ലേ? നമുക്ക് നിശ്ചയത്തിന് പോയിട്ട് വരാം. ഓക്കെ. ലല്ലുട്ടാ എങ്ങോട്ടാ പോകുന്നേ? എവിടെ എന്താ പരിപാടി? ലാൽപ്പാപ്പിന്റെ നിശ്ചയം പറയും. ലല്ലു ഇത് സെറ്റല്ലേ? ഹലോ ഗൈസ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രോഗ്രാം കേട്ടോ, ഒരു എൻഗേജ്മെൻറ്റ്. നമ്മളെല്ലാവരും അതിന് പോകാൻ അണിഞ്ഞൊരുങ്ങി റെഡിയായി പോവാണ് കേട്ടോ. ക്യാമറമാനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. കാരണം ക്യാമറമാൻ ഞങ്ങളെ ബാക്കിൽ നിന്ന് ഒഴിയാണ്ട് ഞങ്ങൾ വരുന്നതും പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിവിശാലമായ സുന്ദരമായ മുറിഞ്ഞമാടാണ് ആ കാണുന്നത്. ഞങ്ങൾ പാറ വഴിയാണ് പോകുന്നത്. ഞങ്ങൾ ഓമാനൂർ നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ അവിടുന്ന് മുണ്ടക്കയിൽ നിന്ന് ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ വണ്ടിയും കൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓമാനൂർ എത്തിയിട്ടുണ്ട്. ഓമാനൂർ എത്തി അവരെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ ഞങ്ങളോട് വിളിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും ഓമാനൂർ എത്തി, നിങ്ങളെ വെയിറ്റിംഗ് ആണ്, നിങ്ങൾ വേണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറമാൻ ലല്ലുട്ടൻ്റെ ഫാദർ. ഇത് ടോമുണ്ടും ഷർട്ട് ഇട്ടതല്ല, പാൻറ് ഇട്ടത്. അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റിന് പോകാനുള്ള ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റ് പോകാനുള്ള ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കയറാം അല്ലേ. അങ്ങനെ നമ്മൾ ആരുടെ എൻഗേജ്മെൻറ്റാന്ന് പറഞ്ഞില്ലല്ലോ. കുഞ്ഞാറ്റ ഇൻട്രോയിൽ പറഞ്ഞു ലാലുപ്പാപ്പിൻ്റെയാണെന്ന്. അപ്പോൾ ലാലുപ്പാപ്പി ആരാന്ന് പറയാല്ലേ. ലാലുപ്പാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലല്ലുവിൻ്റെ അച്ഛൻ്റെ ബ്രദറാണ് കേട്ടോ ലാലുപ്പാപ്പി. ലാലുപ്പാപ്പി എന്ന് മക്കൾ ലാലുപ്പാപ്പി വിളിച്ച് അങ്ങനെ ആയതാണ് കേട്ടോ. പാപ്പി എന്ന് പറഞ്ഞാൽ പാപ്പൻ. മലപ്പുറത്ത് പാപ്പന്മാരെ പാപ്പൻ എന്നാണ് കേട്ടോ വിളിക്കൽ. അപ്പോൾ മക്കളൊരു വെറൈറ്റിക്ക് പാപ്പി എന്ന് വിളിച്ചതാണ്. പാപ്പൻ എന്ന് പറഞ്ഞാൽ ചെറിയച്ഛൻ. ഇവിടെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ചെറിയച്ഛൻ, പാപ്പൻ, കൊച്ചച്ഛൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പാപ്പൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഞാൻ വിശദീകരിച്ചത്. ഓരോരോ നാട്ടിലേക്ക് ഓരോരോ സ്റ്റൈലല്ലേ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടിച്ച് പൊടിച്ച് എൻഗേജ്മെൻറ്റ് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മക്കളാണെങ്കിൽ ബാക്കിൽ നിന്ന് പാട്ടിടാൻ പറയുന്നത്, അവർക്ക് ഡാൻസ് കളിക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇപ്പോൾ പാട്ട് വേണ്ട, അപ്പോൾ നമുക്ക് പാടാം, നമുക്ക് വരുമ്പോൾ ഡാൻസ് കളിച്ച് തുള്ളിച്ചാടി വരാമെന്ന്. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാലോ? കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. അപ്പോൾ ഗായ്സ്, ഈ പാട്ട് പാടിയത് ആരാന്നറിയോ? നമ്മളെ വലിയേട്ടനാണ് കേട്ടോ. നമ്മളെ വലിയേട്ടൻ കുടുംബത്തിലെ നമ്മളെ സ്വന്തം ബാബുവേട്ടൻ. നല്ല സിംഗറാണ് കേട്ടോ. അടിപൊളിയായിട്ട് പാട്ടും. നമ്മളെ മണിച്ചാട്ടൻ്റെ പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടും നമ്മളെ ബാബുവേട്ടൻ. ബാബേട്ടൻ മാത്രമല്ല കേട്ടോ, നമ്മളെ ചേച്ചിയും ബാക്കിയുള്ള മാമന്മാരൊക്കെ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഇതിലിടാൻ പറ്റില്ല. കരോക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ നമ്മുടെ ലല്ലു ഇതൊക്കെ കിടന്ന് ഉറങ്ങി തൂങ്ങുന്നുണ്ട് ബസ്സിൽ. പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. പാവം നല്ല ഉറക്കത്തിലാണ്. പാട്ടുണ്ടായതുകൊണ്ട് നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഗായ്സ്, നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാമനാട്ടുകര പുതുക്കോടാണ് കേട്ടോ സ്ഥലം, പെൺകുട്ടിയുടെ വീട്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ കുളത്തിലെ വെള്ളമൊക്കെ ഭയങ്കര കലക്കാണ് കേട്ടോ. അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കാനുള്ള ശ്രമത്തിലാണ്.
എല്ലാവരും ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് പെൺകുട്ടീൻ്റെ. അപ്പോൾ നമ്മളെല്ലാവരും അവിടേക്ക് കയറുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലാലുപ്പാപ്പി. ലാലുപ്പാപ്പി നല്ല ആകാംക്ഷാഭരിതനായി നോക്കുന്നുണ്ട് കേട്ടോ. ലാലുപ്പാപ്പി സ്റ്റേജിലൊക്കെ ഇരിപ്പിട ഒപ്പിച്ചു കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മണവാട്ടി വന്നിരിക്കുന്നു. ദേ നമ്മുടെ അമ്മ ആ പെൺകുട്ടീനെ പിടിച്ച് സ്റ്റേജിലേക്കൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കനും പെണ്ണും. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ മലപ്പുറം സ്റ്റൈൽ എൻഗേജ്മെൻറ്റ് കല്യാണ നിശ്ചയം. ഒരു ടേബിൾ ഇട്ടിട്ട് ആ ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കും. എന്നിട്ട് കാരണവന്മാർ ചുറ്റി ഇരുന്നിട്ടാണ് കല്യാണം നിശ്ചയിക്കാറ്. ഇങ്ങനെയാണ് ഞങ്ങൾ മലപ്പുറത്തൊക്കെ. അപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേ എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഫോണിൽ നോക്കി ഡേറ്റ് കാണാൻ കേട്ടോ. കലണ്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോണിൽ കലണ്ടറിൽ നോക്കിയിട്ടാണ് എല്ലാവരും കല്യാണത്തിൻ്റെ ഡേറ്റ് കാണുന്നത്. അങ്ങനെ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കാൻ കേട്ടോ ചേച്ചി, അതായത് ചെക്കൻ്റെ പെങ്ങൾ. എക്സ്ചേഞ്ച് കൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ മലപ്പുറം ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള റിംഗ് എക്സ്ചേഞ്ചിന് ശേഷം മിഠായി കൊടുക്കുക. നമ്മളെ നന്ദു മിഠായി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചേച്ചീൻ്റെ മോളാണ് കുഞ്ഞാറ്റയും മിഠായി കൊടുക്കുന്നുണ്ട്. പിന്നെ അന്നമോൾ ഏട്ടൻ്റെ മോളാണ്, പാട്ട് പാടിയ ഏട്ടൻ്റെ മോളാണ് കേട്ടോ ഇത് അന്നമോള്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ചേച്ചി കൊടുക്കുന്നുണ്ട് ഡ്രസ്സ്. ഓരോരോ ഗിഫ്റ്റുകൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുക്കും കേട്ടോ. പിന്നെ രണ്ടുപേരെ അവിടെ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള സാധനം മൊബൈൽ ഫോൺ. അത് നമ്മളെ കുഞ്ഞാറ്റിയും ലലുവിൻ്റെ അച്ഛനും കൂടെ കൂടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇവരുടെ ഏട്ടൻ്റെ വൈഫാണിത്. പൊന്നു ഗിഫ്റ്റ് കൊടുത്തു. അതിന് ശേഷം കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ കേക്ക് കട്ടിങ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് കൊച്ചുണ്ടാക്കൾ അവിടെ നിൽക്കുന്നുണ്ട്, ലല്ലു ഋഷി. കേക്കാണെങ്കിൽ പിന്നെ പറയണ്ട, കിട്ടിയിട്ടേ അവരിറങ്ങും. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നമ്മുടെ ചെക്കനും പെണ്ണും. നമ്മൾ പറഞ്ഞില്ലല്ലോ, ചെക്കൻ്റെ പേര് വിപിൻ എന്നാണ്, പെണ്ണിൻ്റെ പേര് അരുഷ എന്നാണ്. അങ്ങനെ കേക്ക് കട്ടിങ് ആയി. പെൺകുട്ടീൻ്റെ ഈ സൈഡിലുള്ളത് അവളുടെ അച്ഛനും അമ്മയാണ് കേട്ടോ. ചെക്കൻ്റെ ഭാഗത്തുള്ളത് നമ്മുടെ മാമനും ഇന്നമ്മയാണ്. അപ്പോൾ അവർ കേക്കൊക്കെ പരസ്പരം ഷെയർ ചെയ്തു. പിന്നെ എല്ലാവരും അവർക്ക് മധുരം കൊടുത്തു കേട്ടോ. നമ്മുടെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുക, പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. നമുക്കുള്ളതല്ലല്ലോ അവർക്കുള്ളത്. പിന്നെ ഇത് ഫുഡ് കഴിക്കാൻ ടൈമായി. നമ്മുടെ അനന്തകുട്ട ഫസ്റ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ. നന്ദു, കുഞ്ഞാറ്റ എല്ലാവരും വിശന്ന് കാത്തിരിക്കാൻ കേട്ടോ ഫുഡ്. അവർക്കൊക്കെ ഒരു സമാധാനം ഉണ്ട്. ഇവിടെ സമാധാനം ഇല്ലാത്ത നമ്മുടെ ലല്ലുവിനും ഋഷിക്കാണ് കേട്ടോ. കുറുമ്പന്മാരെന്തൊക്കെയാ കാണിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഫുഡൊക്കെ വെറുതെയാണ് അവർക്ക്, ഫുഡൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് ചിക്കൻ ബിരിയാണി, ചിക്കൻ കടയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഞങ്ങളെ ബസ് കുറച്ച്
അപ്പുറത്താണ് നിർത്തിയിട്ടത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ മഴയാണ്, അപ്പോൾ ആകെ സീനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ബസ്സിൽ നിന്നുള്ള കൊട്ടിക്കലാശാലത്തും നമ്മൾ അതിന് വേണ്ടിയിട്ട് വേഗം നടക്കണം. അപ്പോൾ അത് കാണാം. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.